Next question is, two identical blocks A and B of weight W are supported by a rigid bar inclined 45 degree with the horizontal as shown in figure. If both the blocks are in limiting equilibrium, find the coefficient of friction assuming it to be the same at the floor and the wall. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് എ ഉണ്ട്, ബ്ലോക്ക് ബി ഉണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു റിജിഡ് ബാർ 45 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞിട്ടുള്ള ഒരു റിജിഡ് ബാർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ബ്ലോക്ക് എ എന്ന് പറയുന്നത് വോളിലും ഫിക്സ്ഡ് ആണ്. ഈ ഒരു ബ്ലോക്ക് ബി ഫ്ലോറിലും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് വോളാണ്, ഇതെന്താണ്? ഫ്ലോറാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മ്യൂവിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അസ്യൂമിങ് ടു ബി ദ സെയിം അറ്റ് ദ ഫ്ലോർ ആൻഡ് ദ വോൾ. അതായത് മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ വോളിലും ഫ്ലോറിലും സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂവിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് രണ്ട് കാര്യമാണ് കൺഫ്യൂസിങ് ആവുന്നത് നിങ്ങൾക്ക്. അതായത് ഒന്ന്, ഈ ഒരു റോഡിൻ്റെ, അതായത് റിജിഡ് ബാറിൻ്റെ ടെൻഷനാണോ കംപ്രഷനാണോ, അതിൻ്റെ ഡയറക്ഷൻ കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾക്ക്. പിന്നെ വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ഈ ബ്ലോക്കിൻ്റെയും മൂവ്മെൻറ്റാണ്. ഓക്കെ, രണ്ട് കേസിലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലോക്ക് എയും ബ്ലോക്ക് ബിയും ഒരു റിജിഡ് ബാർ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വരുന്നത് കംപ്രഷൻ ആയിരിക്കും. നമ്മൾ മുന്നത്തെ കേസിലൊക്കെ പഠിച്ചു, മുന്നത്തെ ഇങ്ങനെ ഇതിൻ്റെ മേലെ രണ്ട് ബ്ലോക്ക് വന്നിട്ടുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ടെൻഷനാണ്. ഓക്കെ, അതായത് ഈ ഒരു ഇത് വെച്ച് നോക്കുക, ഇങ്ങോട്ടേക്കും ആണ് ടെൻഷൻ്റെ ഡയറക്ഷൻ വന്നിരുന്നത്. സോ ഇവിടെ വരുന്നത് കംപ്രഷനാണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ബോഡീൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. ഓക്കെ, നിങ്ങളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ മതി. ഇപ്പം എന്തെങ്കിലും ഒരു ലേഡർ അല്ലെങ്കിൽ നമ്മളെ കോണിയില്ലേ, അത് ഒരു കല്ലിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. മേലെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു കല്ലുണ്ട്. ഓക്കെ, അപ്പം അത് രണ്ടും കൂടെ ഒരു കോണി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണീൻ്റെ ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് വരിക ബോട്ടത്തിൻ്റെ കല്ലിൻ്റെ മേലേക്കല്ലേ. സോ അതാണ് നമ്മൾ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മേലത്തതിൻ്റെ മുകളിലേക്കും വരില്ലേ ഒരു കണക്ഷൻ, ഒരു ഫോഴ്സ്. സോ കംപ്രഷൻ ആയതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരിക. ഇൻ കേസ് നമ്മളെ സ്ട്രിങ് അങ്ങനത്തെ കേസൊക്കെ വരികയാണെങ്കിൽ ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നത്തെ കേസിൽ പഠിച്ചു. അതായത് മുന്നത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിളിൻ്റെ അകത്ത് രണ്ട് ബ്ലോക്ക് കണക്ട് ചെയ്ത ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കേസിൽ വരുന്നത് എന്താണ്? ടെൻഷനാണ്. ഓക്കെ, ടെൻഷൻ എന്ന് പറയുമ്പം എപ്പോഴും ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുക. സോ ഇത് നിങ്ങൾ ആ ലേഡറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ആലോചിച്ചാൽ മതി. സോ ഇവിടെ കല്ലാണെങ്കിൽ കല്ലിൻ്റെ മുകളിലേക്കായിരിക്കും ഈ ഒരു ലേഡറിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് വരിക. അപ്പം എന്താ പറയുക, ഈ ബോഡീൻ്റെ ഉള്ളിലേക്കായിരിക്കും ഡയറക്ഷൻ വരിക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ്. ഇവിടെ കംപ്രഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പോലെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രായിട്ട് രണ്ട് ഫിഗറായിട്ട് വരച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാം, ബ്ലോക്ക് എ. ഓക്കെ, അപ്പം ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് എ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടോ നോക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മേലെ വരുന്ന റിയാക്ഷൻസ്. തേർഡ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത്. ഓക്കെ, നമ്മൾ ഈ മൂന്ന് കാര്യം എപ്പോഴും മൈൻഡിലുണ്ടാവണം. ഓരോന്നായിട്ട് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. സോ ഫസ്റ്റ് എന്താണ്? വെയിറ്റ്. സോ ഈ ബോഡിക്ക് എന്തായാലും എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം വെയിറ്റ് ഞാൻ എപ്പോഴും ഡൗൺവേർഡ് ആയിരിക്കും
ഡബ്ല്യു മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്തു. ഇനി ആരാ വരുന്നത്? റിയാക്ഷൻ എവിടെയാണ് വരിക? ഈ ഒരു കേസിൽ ഈ ബ്ലോക്ക് ഇവിടെയാണല്ലേ കോണ്ടാക്റ്റ് ഉള്ളത്, ഈ വോളുമായിട്ടാണ് ഈ ബ്ലോക്ക് എക്ക് കോണ്ടാക്റ്റ് ഉള്ളത്. സോ ഇവിടെയല്ലേ റിയാക്ഷൻ വരിക അല്ലേ? സോ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മേലേക്ക് RA. ഓക്കെ, പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഈ ഒരു റോഡ് റിജിഡ് ബാറിൻ്റെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇങ്ങനെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തു. S എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് വരുന്നത്. ഇനി എന്താ ഉള്ളത്? റിയാക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ആരാ നമുക്ക്? ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ എങ്ങനെയാണ് വരിക? ഇതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഒരു റോഡ് വെച്ചിട്ട് ഇതിലേക്ക് ഫോഴ്സ് വരികയാണെങ്കിൽ ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പം ഈ ബ്ലോക്ക് എങ്ങോട്ടാണ് നീങ്ങുക? താഴോട്ടേക്കും അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ലേഡർ, ഒരു കോണി ആലോചിച്ച് നോക്കൂ. കോണി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഇതിലേക്ക് ഇങ്ങനെ ഫോഴ്സ് വരുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്കാണ് ഇങ്ങോട്ട് നീങ്ങുക. ഈ ബ്ലോക്ക് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മേലത്തെ ബ്ലോക്ക് താഴോട്ട് നീങ്ങും. ഓക്കെ, അപ്പം ഇതിൻ്റെ മോഷൻ താഴോട്ടാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഈ ബ്ലോക്ക്, ഈ ഒരു റിജിഡ് ബാർ ഇവിടെ ഇല്ലെങ്കിൽ ഈ ബ്ലോക്ക് താഴോട്ടല്ലേ വീഴുക? താഴോട്ടേക്ക്. അപ്പം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മോഷൻ വരിക. സോ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ മോഷൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരിക്കും. സോ നമ്മളെ ഫ്രിക്ഷൻ എന്താണ്? മേലോട്ടേക്കായിരിക്കും. μRA. ഓക്കെ, ഇവിടെ μARA എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വോളിലെയും ഫ്ലോറിലെയും ഫ്രിക്ഷൻ സെയിം ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ തന്നെ കൊടുത്താൽ മതി. A B എന്ന് സെപ്പറേറ്റ് കൊടുക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും കിട്ടി. വെയിറ്റ് മാർക്ക് ചെയ്തു, റിയാക്ഷൻ്റെ ഡയറക്ഷനൊക്കെ മാർക്ക് ചെയ്തു, ഫ്രിക്ഷൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സാധാരണ പോലെ σH = 0 വേണം, σV = 0 വേണം. ഓക്കെ, അതിൻ്റെ മുന്നേ എന്താ വേണ്ടത്? അതിൻ്റെ മുന്നേ വേണ്ടത് നമുക്ക് എന്താണ്, ഈ ഒരു എസ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യണം അല്ലേ? എന്നാലല്ലേ നമുക്ക് σHഉം σYയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നമുക്കിവിടെ ആംഗിൾ തന്നിട്ടില്ല, ആംഗിൾ ഒന്നും തന്നിട്ടില്ല. ബട്ട് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇത് 45 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എന്താണ്, അതായത് ഇതിൽ വരുന്നത് ഇത് 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇത് 45 ഡിഗ്രി ആവുന്ന സമയത്ത് ഇതെന്തായിരിക്കും? 45 ആയിരിക്കൂലേ? അല്ലേ? ഇത് 45 ആണ് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതെന്തായിരിക്കും? 45 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? ആ 45 എവിടെ വരും? ഇവിടെ 45 ഡിഗ്രി വരും. ഓക്കെ, ഇനി നമുക്ക് റിസോൾവ് ചെയ്തൂടെ? ഇനി റിസോൾവ് ചെയ്യാൻ അറിയില്ലേ നിങ്ങൾക്ക്? ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്, ഇതിൻ്റെ ഡയറക്ഷൻ മേലോട്ടേക്ക്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? S cos 45 ആൻഡ് മോളോട്ടേക്കുള്ളത് S sin 45. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? σHഉം σYയും കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് σH നോക്കാം. σH = 0. σH = 0 വരുമ്പോൾ ആരാ? നമ്മൾ ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് എടുത്തു, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് എടുത്തു. ഇവിടെ ആരൊക്കെ ഹൊറിസോണ്ടൽ വരുന്നത്? ഹൊറിസോണ്ടൽ വരുന്നത് ഇവിടെ രണ്ടാളെയുള്ളും, RAയും S cos 45. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കുള്ളതിനെ പോസിറ്റീവ് എടുത്തു, ഇങ്ങോട്ടേക്കുള്ള നെഗറ്റീവ് എടുത്തു. സോ RA - S cos 45 = 0. ഓക്കെ, അപ്പം RA = S cos 45 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് σV = 0. σV എന്ന് പറയുമ്പോൾ ആരാ വരിക? വെർട്ടിക്കലായിട്ട് ഈ W വരുന്നുണ്ട്, S sin 45 വരുന്നുണ്ട്. കഴിഞ്ഞോ?
ഇല്ല, ആരും കൂടെ ഉണ്ട്, നമ്മളെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും കൂടെ വരുന്നുണ്ട്, 3 എണ്ണം വരുന്നുണ്ട്. സോ നമ്മൾ മേലോട്ടേക്കുള്ളതിനെ പോസിറ്റീവ് എടുക്കുക, താഴോട്ടേക്കുള്ളതിനെ നെഗറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ പോസിറ്റീവ് വരുന്നത് എസ് കോസ് സൈൻ 45 മേലോട്ടാണ്, മ്യൂ ആർ എ മേലോട്ടാണ്, ഈ ഡബ്ല്യു താഴോട്ടേക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മ്യൂ ആർ എ പ്ലസ് പിന്നെ ആരെ വരിക, എസ് സൈൻ 45, എസ് സൈൻ 45 മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ ആറയ്ക്ക് പകരം ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആറേൻ്റെ വാല്യൂ എസ് കോസ് 45 തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ആറേൻ്റെ സ്ഥലത്ത് എന്തിടുക, എസ് കോസ് 45 ഇടുക. എന്താ വരിക, മ്യൂ ഇൻറ്റു എസ് കോസ് 45 പ്ലസ് എസ് സൈൻ 45 മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0. ഇനി നമുക്ക് കോസ് 45ൻ്റെ വാല്യൂ ചെയ്ത് നോക്കാം. കോസ് 45ൻ്റെ വാല്യൂ വരുന്നത് 0.707 ആണ്. അപ്പം മ്യൂ ഇൻറ്റു എസ് ഇൻറ്റു 0.707 പ്ലസ് എസ് ഇൻറ്റു സൈൻ 45 വരുന്നത് 0.07 തന്നെയാണ്, 0.707 മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ 0.707 മ്യൂ എസ് പ്ലസ് 0.707 എസ് മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്, 0.707 എസ് ഉണ്ട്. അപ്പോൾ അതിനെ പുറത്തെടുക്കുക, 0.707 എസ് പുറത്തെടുത്ത് ആരാണ്ടാവുക, മ്യൂ പ്ലസ് 1 മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0 അല്ലേ. അതായത് ഇവിടെയും 0.707 എസ് ഉണ്ട്, ഇവിടെയും 0.707 എസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമൊന്നും നമ്മൾ 0.707 എസ് പുറത്തെടുക്കുക. അപ്പോൾ ആരുണ്ടാവുക, ഇവിടെ മ്യൂവും ബാക്കി ഉണ്ടാവും, ഇവിടെ 1ഉം ബാക്കി ഉണ്ടാവും, മൈനസ് ഡബ്ല്യു. ഇനി ഇതിനൊന്നും കൂടെ അറേഞ്ച് ചെയ്താൽ എന്താ വരിക, ഈ മൈനസ് ഡബ്ല്യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 0.707 എസ് ഇൻറ്റു മ്യൂ പ്ലസ് 1 ഈക്വൽ ടു ഡബ്ല്യു എന്ന് വരും. ഓക്കെ, എന്തായിരുന്നു, അതായത് 0.707 എസ് ഇൻറ്റു 1 പ്ലസ് മ്യൂ ഈക്വൽ ടു ഡബ്ല്യു എന്ന് വരും. അപ്പം ഞാനതിന് 2 എന്ന് കൊടുക്കുന്നുണ്ട്, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇവിടെ മ്യൂ പ്ലസ് 1 ആണ് കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ 1 പ്ലസ് മ്യൂ ആയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മ്യൂ പ്ലസ് 1 തന്നെ എഴുതിക്കും. ഓക്കെ, സെയിം ആണ്, 2 ചെയ്താലും വരിക. ഇനി ഇതെങ്ങനെ അങ്ങനെയായി വിചാരിക്കേണ്ട, മ്യൂ പ്ലസ് 1 ചെയ്താലും 1 പ്ലസ് മ്യൂ ചെയ്താലും സെയിം അല്ലേ. ഓക്കെ, അപ്പം ഇക്വേഷൻ ഒന്നും കൂടെ എഴുതിയാൽ എസ് ഇൻറ്റു മ്യൂ പ്ലസ് 1 ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു 2 നിങ്ങൾ എഴുതണ്ട. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, അതായത് ഫസ്റ്റ് ബ്ലോക്ക്. ഇനി ആരാ ഉള്ളത്, നമുക്ക് സാധാരണ പോലെ ബ്ലോക്ക് ബി കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് ബി നോക്കാം. ബ്ലോക്ക് ബി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബ്ലോക്ക് ബി കിടക്കുന്നത്, ഇതാണ് നമ്മൾ ബ്ലോക്ക് ബി അല്ലേ, ബ്ലോക്ക് ബി. അപ്പം അത് ഞാൻ മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇത് ഫ്ലോറിൻ്റെ മേലെ ബ്ലോക്ക് ബി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായിരുന്നു, ഒരു സ്ട്രിങ് നമ്മളെ റോഡ് കണക്ട് ചെയ്തതിൻ്റെ ഡയറക്ഷൻ എസ് എന്ന് പറഞ്ഞിട്ടൊന്ന് വരുന്നുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടാവുക, നമുക്ക് വെയിറ്റ്, സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ള എന്താ, റിയാക്ഷൻസ്, തേർഡ് ഫ്രിക്ഷൻ, ഈ 3 കാര്യങ്ങൾ നോക്കണം. ഫസ്റ്റ് എന്താ വേണ്ടത്, ഡബ്ല്യു. അപ്പം ഈ ബോഡീൻ്റെ വെയിറ്റ് താഴോട്ടുണ്ടാവും. സെക്കൻഡ് എന്ന് പറയുന്നത് റിയാക്ഷൻ എവിടെയൊക്കെയാണ് വരിക, റിയാക്ഷൻ അതായത് ഫ്ലോറുമായിട്ടല്ലേ ഇതിന് കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പം ഇവിടെ റിയാക്ഷൻ ആർ ബിന്നോ ആർ എഫ് എന്നോ കൊടുക്കാം. റിയാക്ഷൻ ഫ്ലോർ ഡ്യൂ ടു ഫ്ലോർ ആർ എഫ് എന്നും കൊടുക്കാം. സോ ഞാൻ ഇവിടെ ആർ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്താ വരിക, ഡബ്ല്യു മാർക്ക് ചെയ്തു, റിയാക്ഷൻ മാർക്ക് ചെയ്തു. ഇനി ഫ്രിക്ഷൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുന്നത്തെ കേസിൽ നമ്മൾ ഡയറക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞതാണ്. അതായത് ഈ ബ്ലോക്ക് ഇങ്ങനെ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റോഡ് കാരണം ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങും, ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് നീങ്ങും ഇല്ലേ. അതായത് ഈ ബ്ലോക്ക് താഴോട്ടാണെങ്കിൽ ഈ ഒരു റോഡായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫോഴ്സ് വരും. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഇനി മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും.
സോ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മോഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, സോ എന്താണ് വരിക? മോഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഫ്രിക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. മ്യൂ ആർ ബി. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇനി നമ്മൾ സാധാരണ പോലെ ഈ എസ്സിനാണ് റിസോൾവ് ചെയ്യേണ്ടത് അല്ലേ? ബാക്കി എല്ലാവരും ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് കിടക്കുന്നുണ്ട്. ഈ എസ്സിനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്. ഈ എസ്സിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എസ്സിൻ്റെ ആംഗിൾ 45 ആണ്, നമുക്കറിയാമല്ലോ. അതായത് ഈ എസ് വരുന്നത് 45 ഡിഗ്രിയിലാണ് അല്ലേ? ഇത് 45 ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. സോ ആ ആംഗിളിൽ കൺഫ്യൂഷനൊന്നുമില്ല. ആംഗിൾ 45 തന്നെയാണ് വരിക. ഏത് ആംഗിൾ? 45. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സാധാരണ പോലെ റിസോൾവ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ആരാ വരിക? എസ് കോസ് 45, താഴോട്ടേക്ക് എസ് സൈൻ 45. ഇനി എന്ത് ചെയ്യുക? നമ്മൾ റിസോൾവ് ചെയ്യുക. സിഗ്മ വി ഈക്വൽ ടു 0 നോക്കാം. സിഗ്മ വി എന്ന് പറയുമ്പം വെർട്ടിക്കൽ വരുന്ന ആരൊക്കെയാണ്? ഡബ്ല്യു വരുന്നുണ്ട്, എസ് സൈൻ 45 വരുന്നുണ്ട്, ആർ ബി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോളോട്ടേക്കുള്ളതിന് പോസിറ്റീവ് എടുത്തു, താഴോട്ടേക്കുള്ളതിന് നെഗറ്റീവ് എടുത്തു. അപ്പം ആർ ബി മൈനസ് ഡബ്ല്യു മൈനസ് എസ് സൈൻ 45 എന്ന് വരും. ഓക്കെ, ആർ ബി മൈനസ് ഡബ്ല്യു മൈനസ് എസ് സൈൻ 45 ഈക്വൽ ടു 0. ഇനി ഞാൻ ആർ ബിനെ അവിടെ വെച്ചിട്ട് ഇതിനെ എസ് സൈൻ 45നെയും അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? സിഗ്മ എച്ച് ഈക്വൽ ടു 0. സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഹൊറിസോണ്ടൽ ആരൊക്കെയാണ് വരുന്നത് ഇവിടെ? ഹൊറിസോണ്ടൽ വരുന്നത് ആരൊക്കെയാണ് നോക്കിക്കേ? എസ് കോസ് 45ഉം മ്യൂ ആർ പിയും രണ്ടാളെ വരുന്നുള്ളൂ. സോ ഇങ്ങോട്ടേക്കുള്ളതിനെ പോസിറ്റീവും ഇങ്ങോട്ടേക്കുള്ളതിനെ നെഗറ്റീവും എടുത്തു. അപ്പോൾ എന്താ വരിക? എസ് കോസ് 45 മൈനസ് മ്യൂ ആർ പി. എസ് കോസ് 45 മൈനസ് എന്താ വരിക? മ്യൂ ആർ ബി ഈക്വൽ ടു 0. ഇനി നമുക്ക് ആർ ബിക്ക് പകരം ആർ എഴുതാം. ഈ ആർ ബിൻ്റെ വാല്യൂ നമ്മളിവിടെ ഡബ്ല്യു പ്ലസ് എസ് സൈൻ 45 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് 45 മൈനസ് മ്യൂ ഇൻറ്റു ആർ ബിൻ്റെ വാല്യൂ അല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചത്? ഇക്വേഷൻ നമ്പർ 3, ആർ ബി ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് എസ് സൈൻ 45. ഈ വാല്യൂ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ ആർ ബിക്ക് വരാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഡബ്ല്യു പ്ലസ് എസ് സൈൻ 45 ഈക്വൽ ടു 0 എന്ന് വരും. എസ് കോസ് 45 മൈനസ്, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ്? മ്യൂ ഇൻറ്റു ഡബ്ല്യു പ്ലസ് മ്യൂ ഇൻറ്റു എസ് സൈൻ 45. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയില്ല. അതായത് ഫസ്റ്റിനെ ഇതിൻ്റെ ഫസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? മൈനസ് മ്യൂ ഇൻറ്റു ഡബ്ല്യു. അപ്പം മൈനസ് മ്യൂ ഡബ്ല്യു മൈനസ് മ്യൂ ഇൻറ്റു പ്ലസ് എസ് സൈൻ 45. അപ്പം എന്താ വരിക? മൈനസ് മ്യൂ എസ് സൈൻ 45 ഈക്വൽ ടു 0. ഇനി ഞാൻ ഈ മൈനസ് മ്യൂ ഡബ്ല്യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. ബാക്കി ടേമൊക്കെ അവിടെ വെച്ചിട്ട് കോസ് 45 മൈനസ് മ്യൂ എസ് സൈൻ 45 ഈക്വൽ ടു മൈനസ് മ്യൂ ഡബ്ല്യു അങ്ങോട്ടേക്ക് പോകുമ്പം പ്ലസ് മ്യൂ ഡബ്ല്യു ആവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? കോസ് 45ൻ്റെ വാല്യൂ സൈൻ 45ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് 45 എന്ന് പറയുന്നത് 0.706 ആണ്. അപ്പം എസ് ഇൻറ്റു 0.707 എന്ന് പറയുമ്പം 0.707 എസ് മൈനസ് 0.707 മ്യൂ ഇൻറ്റു എസ് ഈക്വൽ ടു മ്യൂ ഡബ്ല്യു. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 0.707 എസ് കോമൺ ആണ്. സോ ഇത് ഞാൻ ഈ രണ്ട് ടേമൊന്നും അതിനെടുത്ത് പുറത്തിടുക. 0.707 എസ്സിനെ പുറത്തിട്ടാൽ ഇവിടെ ആരാ ഉണ്ടാവുക? 0.707 എസ് നിന്ന് 0.707 എസ് പോയാൽ ബാക്കി 1 ഉണ്ടാവുള്ളൂ. മൈനസ് ഇതിൽ നിന്ന് എസ് പോയാൽ ഇതും പോയി ഇതും പോയി. ബാക്കിയുള്ളത് ആരാണ്? മ്യൂ ആണ്. മ്യൂ ഈക്വൽ ടു മ്യൂ ഒമേഗ എന്ന് വരും. മ്യൂ ഒമേഗ അല്ല, മ്യൂ ഡബ്ല്യു.
ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 4 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബോഡി കൺസിഡർ ചെയ്തപ്പം ഫസ്റ്റ് ഇക്വേഷൻ വന്നത് 0.707 S ഇൻറ്റു മ്യൂ പ്ലസ് 1 ഈക്വൽ ടു W ആണ്, ഇക്വേഷൻ നമ്പർ 2. സെക്കൻഡ് ബോഡി കൺസിഡർ ചെയ്തപ്പോൾ വന്നത് 0.707 S ഇൻറ്റു 1 മൈനസ് മ്യൂ ചെയ്തപ്പം മ്യൂ W എന്ന് വന്നു, ഇക്വേഷൻ നമ്പർ 4. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ത് ചെയ്യുക, 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫസ്റ്റ് ബോഡി ഉണ്ട് അല്ല സെക്കൻഡ് ബോഡി, അപ്പം 0.707 S ഇൻറ്റു 1 മൈനസ് മ്യൂ ഈക്വൽ ടു മ്യൂ W ഡിവൈഡഡ് ബൈ ആരാ വരിക, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 വരുമ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്താ, 0.707 S ഇൻറ്റു മ്യൂ പ്ലസ് 1 ഈക്വൽ ടു W. ഈ ടേമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 0.707 S ഇൻറ്റു മ്യൂ പ്ലസ് 1, 0.707 S ഇൻറ്റു മ്യൂ പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ എന്താണ്, ഡിവൈഡഡ് ബൈ ആരാ വരിക, W. ഓക്കെ, മനസ്സിലായില്ലേ? ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ആര് വരും, W എന്ന് വരും. ഓക്കെ, ഇനി ഈസിയാണ്. കോമൺ ആയിട്ട് ആരാ ഉള്ളത്, കോമൺ ആയിട്ട് 0.707 എസ്സും 0.707 എസ്സും ക്യാൻസലായിപ്പോയി, അതുപോലെ W ക്യാൻസലായിപ്പോയി. ബാക്കി ആരാ ഉള്ളത്, 1 ബൈ മ്യൂ പ്ലസ് 1 ഈക്വൽ ടു മ്യൂ. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ടേമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. സോ 1 മൈനസ് മ്യൂ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡിവൈഡഡ് ബൈ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും, മ്യൂ പ്ലസ് 1. ഇനി 1 മൈനസ് മ്യൂ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മ്യൂ ഇൻറ്റു മ്യൂ സ്ക്വയർ പ്ലസ് മ്യൂ ഇൻറ്റു 1 മ്യൂ. ഓക്കെ, ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്, അതായത് ഈ 2 ടേമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. സോ 0 ഈക്വൽ ടു മ്യൂ സ്ക്വയർ പ്ലസ് മ്യൂ, മൈനസ് മ്യൂ അങ്ങോട്ടേക്ക് പോകുമ്പം പ്ലസ് മ്യൂ, പ്ലസ് 1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 1. സോ മ്യൂ സ്ക്വയർ പ്ലസ് മ്യൂ 2 മ്യൂ മൈനസ് 1 ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക, ഇത് നമ്മൾ സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റേ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b 4ac ബൈ ആ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്ത് നോക്കാം, ആൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. സോ നിങ്ങൾക്കിത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് 4ac ബൈ 2a വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം വാല്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ, കാൽക്കുലേറ്ററിൽ സോൾവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മോഡ് CLR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് എന്താണ് COMP കോംപ്ലക്സ് എന്ന് പറയും. അപ്പം അതൊരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുക, എഗെയിൻ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്, 1 2 3. അപ്പോൾ നമുക്ക് ഇക്വേഷനാണ് വേണ്ടത് ആണ്. സോ നമ്മൾക്ക് 1 ക്ലിക്ക് ചെയ്യാം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വന്നു, എഗെയിൻ നമ്മൾ മോഡ് CLR ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഡിഗ്രി 2 3 എന്ന് വരും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണോ സോൾവ് ചെയ്യേണ്ടത്, തേർഡ് ഡിഗ്രി ഇക്വേഷനാണോ സോൾവ് ചെയ്യേണ്ടത്? നമ്മളിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ബിക്കോസ് എന്താണ്, ബി സ്ക്വയർ എന്താണ് മ്യൂ സ്ക്വയർ പ്ലസ് 2 മ്യൂ മൈനസ് 1 അല്ലേ, മ്യൂ സ്ക്വയർ അല്ലേ. സോ നമ്മൾ സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, 2 ആണ്. അപ്പം 2 ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് എൻ്റെ വാല്യൂ ചോദിക്കും. എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വാല്യൂ, ഫസ്റ്റ് ഇതിൻ്റെ വാല്യൂ ഇതാണ് എൻ്റെ വാല്യൂ എത്രയാണ്, 1. സോ നമ്മൾ എന്ത് ചെയ്യുക, 1 ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഈക്വൽ ടു അടിക്കുക. എഗെയിൻ ഈക്വൽ ടു അടിച്ചാൽ ബീൻ്റെ വാല്യൂ ചോദിക്കും. സോ നമ്മൾ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു അടിക്കുക. നെക്സ്റ്റ് നമ്മളോട് സീൻ്റെ വാല്യൂ ചോദിക്കും. സീൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, -1. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, -1 ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈക്വൽ ടു അടിക്കുക. ഈക്വൽ ടു അടിച്ചാൽ നമുക്ക് നമ്മളെ വാല്യൂ വരും 0.414 എന്ന് വരും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ -2.41. നമുക്ക് 2 വാല്യൂസ് അല്ലേ ഉണ്ടാവുക,
സോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂ എടുത്താൽ മതി. മറ്റേത് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് ക്ലിക്ക് ചെയ്താൽ എന്താണ് x1ൻ്റെ വാല്യൂ 0.414 വരും. സോ ഇതാണ് നമ്മൾ എന്തിൻ്റെ വാല്യൂ, മ്യൂവിൻ്റെ വാല്യൂ. മ്യൂ ഈക്വൽ ടു 0.414. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മാത്സിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നില്ലേ, -b+or -√4ac/2a അങ്ങനെയും ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ കിട്ടിയത് 0.414 ആണ്. ഓക്കെ.